ചവിഞ്ഞെടുത്തിട്ടില്ലേ? അങ്ങനെ നമ്മൾ കുട്ടീനെയൊക്കെ എടുത്തിട്ട് കഷ്ടപ്പെട്ട് ഭക്ഷണം കഴിക്കാൻ കണ്ടപ്പോഴേ അവിടുത്തെ ചേച്ചി വന്നിട്ട് കുട്ടീനെ എടുത്തിട്ടോ കുറച്ച് നേരം. അവരൊരു ഫാമിലി ആയിട്ടാണ് ഈ ഹോട്ടലും കാര്യങ്ങളൊക്കെ നടത്തുന്നത്. അതുകൊണ്ട് തന്നെ എന്താ പറയുക, ഭയങ്കര നമ്മളോടൊക്കെ നല്ല കാര്യമായിട്ടാണ് സംസാരിച്ചത്. അവരിപ്പോൾ പുതിയതായിട്ട് തുടങ്ങിയിട്ടുള്ളൂ, കുറച്ചായിട്ടുള്ള മണ്ണാർക്കാട് വന്നിട്ട്. ഒരുപാട് ബിരിയാണി വെറൈറ്റി ഐറ്റംസാണ്. ചെന്നൈയിലായിരുന്നു അവർ ആദ്യം ഉണ്ടായിരുന്നത്. അത് കഴിഞ്ഞപ്പോൾ പുള്ളി വന്നിട്ടേ സർവ്വത്തിൽ എന്തോ സംഭവം മിക്സ് ചെയ്തിട്ട് കഴിക്കാൻ നല്ലതാണ് ദഹനത്തിന് എന്നൊക്കെ പറഞ്ഞൊരു സംഭവം പറഞ്ഞു കേട്ടോ. അപ്പോൾ എന്തായാലും ടേസ്റ്റ് ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാനും ഓക്കെ പറഞ്ഞു, ഒന്ന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. എന്താണ് സത്യം പറഞ്ഞാൽ പറഞ്ഞതെന്ന് എനിക്ക് മനസ്സിലായില്ല. കുടിക്കാനുള്ളൊരു സർവ്വത്ത് ഒഴിച്ചിട്ടുള്ളൊരു സംഭവം എന്ന് മാത്രമേ മനസ്സിലായുള്ളൂ. കുടിച്ച് നോക്കിയപ്പോഴാണ് മനസ്സിലായത് സർവ്വത്തിൽ എന്തോ കസ്കസ് പോലത്തെ എന്തോ ഒരു ഐറ്റം ഇട്ടിട്ടുണ്ടായിരുന്നു. അത്യാവശ്യം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ, അടിപൊളിയായിരുന്നു. ദഹനത്തിന് നല്ലതാണ്, അതാണ് ഇതാന്ന് പറഞ്ഞിട്ട് സർവ്വത്ത് പോലെ സാധനം തന്നിട്ടുണ്ട്. ആദ്യം 5 കൊടുക്കാം, 5 ടേസ്റ്റ് ചെയ്താൽ എന്താണ് കസ്കസിൽ സർവ്വത്തില്ല, ബദാമല്ലോ, ബദാമിൻ്റെ എന്തോന്നാ പറഞ്ഞത്. ഇതിനോട് ഇപ്പോൾ ക്ലാസ് പൊട്ടിക്കിട്ടും. സംഭവം നല്ല ടേസ്റ്റ് കൊടുക്കണം. അതൊരു സംഭവം ചെരിഞ്ഞ് വരില്ലേ. സർവ്വ തന്നെയാണ്. ഇതിനകത്തൊക്കെ ജെല്ലും മരുന്ന്, നമ്മൾ പണ്ട് ജെല്ലും ഉണ്ടായി കഴിക്കില്ല, അതുപോലത്തെ സംഭവം എൻ്റെ ഉള്ളിലുണ്ട്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മളിത് ഹോട്ടലിലൊക്കെ പോയി തിരിച്ച് വീട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ. ഇന്നത്തെ വ്ളോഗത്തേ ഉള്ളൂ, ചെറിയൊരു വ്ളോഗാണ്. പക്ഷേ അവിടുത്തെ ആൾക്കാരുടെ പെരുമാറ്റമൊക്കെ നല്ല അടിപൊളിയായിരുന്നു. ഒരു ഫാമിലി ആയിട്ടാണ് ആ വീഡിയോ എന്ന് പറയുന്നത്, ആ ഹോട്ടലും കാര്യങ്ങളും കൊണ്ടു നടക്കുന്നത്. അപ്പോൾ അടിപൊളി ഫുഡും കാര്യങ്ങളൊക്കെ ആയിരുന്നു. പിന്നെ ഇനിയും ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ അങ്ങനെ അവിടുത്തെ കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്തു. അപ്പോൾ നല്ലൊരു അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. എൻജോയ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഇറ്റ്സ് മീ സത്യകൃഷ്ണൻ സൈനിങ് ഓഫ്.